എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപകടങ്ങളിൽ പരിക്കേറ്റവരെ എങ്ങനെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാമെന്നും ഇതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കാത്യായനി VR ആണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, പലതരത്തിലുള്ള അപകടങ്ങളിലൂടെ പരിക്കുകൾ സംഭവിക്കാം. ഇത്തരം അപകടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പരിക്കുകൾ ഗുരുതരവുമാകാം. അത്യാഹിത വിഭാഗത്തിൽ കണ്ടുവരുന്ന അപകടങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്, അഥവാ ഏതെല്ലാം രീതിയിലുള്ളതാണ്? അത്യാഹിത വിഭാഗത്തിൽ നമ്മൾ പലതരത്തിലുള്ള പരിക്കുകൾ കാണും. അതിൻ്റെ കാരണം വെച്ചിട്ടാണെങ്കിൽ എന്നുവെച്ചാൽ എന്ത് കോസ് കൊണ്ട് എന്ത് കാരണം കൊണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ കൂടുതലായി കണ്ടുവരുന്നത് ഗതാഗത റിലേറ്റഡ് ആയിട്ടുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ നിരത്തുകളിലുണ്ടാകുന്ന അപകടങ്ങൾ, അത്തരത്തിലുള്ള അപകടങ്ങളാണ് കൂടുതലായി കാണുന്നത്. അതും കൂടുതലും യുവജനങ്ങൾക്കിടയിലാണ് കണ്ടുവരുന്നത്. വഴിയാത്രക്കാർ നടക്കുന്നവരിലും അല്ലെങ്കിൽ ടൂ വീലർ ഉപയോഗിക്കുന്നവരിലും ഇത് കൂടുതലായി കണ്ടുവരുന്നു. മറ്റു തരത്തിലുള്ള റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. പിന്നുള്ളത് ഒന്ന് വീഴ്ചകളാണ്. പലതരത്തിൽ നമ്മൾ വീഴ്ച സംഭവിക്കാം. ഒന്ന് നമ്മൾ നടക്കുന്ന നിരപ്പിൽ തന്നെ വീഴാം, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, അത്തരത്തിലുള്ളത്. അത് കൂടുതലും നമ്മൾ ഒരു വാർദ്ധക്യം അല്ലെങ്കിൽ കുറച്ച് വൃദ്ധജനങ്ങളിലാണ് കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളിലും ഇത്തരമുള്ള വീഴ്ചകൾ ഉണ്ടാകാം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായ അല്ലെങ്കിൽ ഒക്കുപ്പേഷണൽ ഇഞ്ചുറീസ് എന്ന് പറയും. അത് പലതരത്തിലുണ്ടാകാം. മെഷീനുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിൽ മെഷീനുകൾക്കിടയിൽ കാലുകൾ പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ നമ്മളുടെ ദേഹത്തോട്ട് വീഴുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വീഴ്ച, പൊള്ളൽ, വൈദ്യുതാഘാതം, അത്തരത്തിലുള്ളത്. പിന്നുള്ളൊരൊന്നാണ് വീടുകളിലുള്ളത്, ഡൊമസ്റ്റിക് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഒരാൾ വീട്ടിൽ ഉള്ളപ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ. അതും ചിലപ്പോൾ നമ്മളിപ്പോൾ മിക്സി പോലുള്ള ഗ്രൈൻഡർ, മിക്സിയൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളുടെ കൈയുടെ വിരലുകൾക്ക് അതിൽ പെട്ടുപോവുക, കൈ മുറിഞ്ഞു പോവുക, അത്തരത്തിലുള്ള അപകടങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള അപകടങ്ങൾ, വൈദ്യുതാഘാതം, പൊള്ളൽ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന അപകടങ്ങൾ. പിന്നെ കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്ന അപകടമാകുമ്പോൾ അതൊരു മാസ് കാഷ്വാലിറ്റി അപകടം എന്ന രീതിയിലും വരുന്നുണ്ട്. ഇതാണ് സാധാരണയായി നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന അപകടങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഇപ്പം ഏതൊരു അപകടം ഉണ്ടായാലും അതിൻ്റെ തുടക്കത്തിൽ വളരെ അത് സംഭവിച്ച ആദ്യത്തെ ഒരു 10 മിനിറ്റിന് ഉള്ളിൽ തന്നെയുള്ള സമയത്ത് നമ്മളൊരു പ്ലാറ്റിനം മിനിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ അപകടം ഉണ്ടായ ആ സ്ഥലത്ത് നിന്നും സുരക്ഷിതമായി രോഗിയെ മാറ്റി തുടർന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ രോഗിയുടെ ശ്വാസോച്ഛ്വാസത്തിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുറിവിൽ നിന്നുള്ള ബ്ലീഡിങ്ങോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ മോശമാവാതെ സുരക്ഷിതമായി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ പ്ലാറ്റിനം മിനിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു മോട്ടീവ്. അതിനുശേഷം തുടക്കത്തിലെ ആദ്യത്തെ 1 മണിക്കൂറിനെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയും. ഈ സമയത്ത് രോഗിക്ക് തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായ ചികിത്സകൾ, അതുപോലെ രോഗിയുടെ അവസ്ഥ മോശമാവാതിരിക്കാനുള്ള ചികിത്സകൾ നമ്മൾ ആശുപത്രിയിൽ നിന്നും നൽകുന്നതായിരിക്കും. ഇവിടെയാണ് ഈ എമർജൻസി മെഡിസിൻ എന്ന വിഭാഗത്തിൻ്റെയും ട്രോമ കെയറിൻ്റെയും ഒരു പ്രസക്തി വരുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു അപകടം ഉണ്ടായി, ആ ഉണ്ടായ സ്ഥലത്ത് നിന്നും നമ്മൾ ഉടനടി രോഗിയെ സുരക്ഷിതമായി ഒരു ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇത്തരത്തിലുള്ള സംവിധാനത്തിന് നമ്മളൊരു പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയുന്നു. എമർജൻസി മെഡിസിൻ സർവീസസ്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയൊക്കെ 108 പോലുള്ള ആംബുലൻസിൻ്റെയൊക്കെ സഹായത്താൽ നമ്മൾ ആളുകളെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുന്നു. തുടർന്ന് എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ ട്രോമ കെയർ ഉള്ള സംവിധാനത്തിൽ എമർജൻസി മെഡിസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ജനറൽ സർജറി, ഓർത്തോപെഡിക്സ്, ട്രോമ സർജറി, പ്ലാസ്റ്റിക് സർജറി ഒക്കെ തുടങ്ങിയുള്ള മറ്റ് വാസ്കുലർ സർജറി തുടങ്ങിയുള്ള മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ആ ഒരു രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാകുന്നു. ഈ തുടക്കത്തിൽ വളരെ പെട്ടെന്ന് ചികിത്സയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ജീവൻ നിലനിർത്തുക, മരണം ഉണ്ടാകുന്നത് തടയുക. രണ്ടാമത് ആ ആൾക്ക് ഈ അപകടം കൊണ്ടുണ്ടാകാവുന്ന ഒരു ഡിസബിലിറ്റി അത് തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്കൊരു അപകടത്തിൽ
ഒരു വൈകല്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പം മരണം സംഭവിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഈ വൈകല്യങ്ങൾ തടയാനും മരണം പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾക്ക് വളരെ നേരത്തെ പ്രോപ്പറായിട്ട് ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയാണ്? ഇപ്പം അപകടത്തിൽ പരിക്ക് പറ്റുന്ന ഒരു രോഗിയെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നല്ല ഒരു മനസ്സിൻ്റെ ഇതിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ രോഗിക്ക് തെറ്റായി ഭവിച്ചേക്കാം. അത് കാരണം നമ്മൾ സാധാരണ ജനങ്ങൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യവും. അപ്പോൾ അപകടം എന്തുമാകട്ടെ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വീഴ്ചയോ വീട്ടിലുള്ള അപകടമോ എന്തുമാകട്ടെ, നമ്മൾ ഏതൊരു അപകടത്തിലും ആളെ സഹായിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സീൻ സേഫ്റ്റി എന്ന് പറയും. അത് നമ്മുടെയും ആ അപകടം നടന്ന അവസ്ഥയിൽ ആ അവസരത്തിലുള്ള ബാക്കിയുള്ളവരുടെയും സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു വൈദ്യുതാഘാതം ഏറ്റൊരാളെ സഹായിക്കാനായി പോവുകയാണെങ്കിൽ ആ വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം വേണം നമ്മൾ ആ വിക്ടിമിൻ്റെ അല്ലെങ്കിൽ രോഗിയുടെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സഹായിക്കുന്ന ആൾക്കും വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സീൻ സേഫ്റ്റി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കാൻ, ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ സഹായിക്കാൻ പോകുന്നു. നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഹെൽപ്പ് വേണം. നമ്മളതിന് കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറയും. അത് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് 108 ആംബുലൻസുകളുണ്ട്. അവരെ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാം, ആംബുലൻസ് സർവീസ്, പോലീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആംബുലൻസ് സർവീസസ് അങ്ങനെ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമ്മൾ വിളിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ രോഗിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. രോഗിയെ നമ്മൾ നോക്കുമ്പോൾ അയാളുടെ റെസ്പോൺസ്, അയാളുടെ പ്രതികരണം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ രോഗി നല്ല രീതിയിൽ പ്രതികരിക്കുന്നു, വലിയ പരിക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസ് വന്നു രോഗിയെ സുരക്ഷിതമായി മാറ്റാം. പക്ഷേ രോഗിയുടെ പ്രതികരണം കുറവാണ്, അല്ലെങ്കിൽ രോഗിക്ക് സംസാരിക്കുന്നില്ല, ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനത്തെയൊക്കെ അവസരത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ആളുകളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്ന അവസരത്തിൽ ചെയ്യുന്ന പോലെ ആളുടെ റെസ്പോൺസ് ഇല്ല, നമുക്ക് പൾസ് നോക്കാം. പൾസ് നോക്കുന്നത് നമ്മൾ കരോട്ടിഡ് പൾസ് എന്ന് പറയും, കഴുത്തിലുള്ള പൾസാണ് നോക്കുന്നത്. അത് നോക്കി നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ CPR മറ്റും തുടങ്ങാം. അല്ല, ഈ രോഗിക്ക് ചെറിയ രീതിയിലുള്ള അനക്കമുണ്ട്, ബോധം കുറവാണ്, അങ്ങനത്തെയൊക്കെ അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലും നട്ടെല്ലും ഒട്ടും അനങ്ങാതെ തലയുടെ മൂവ്മെൻറ്റ്സ് പരിമിതിപ്പെടുത്തിക്കൊണ്ട് രോഗിയെ മൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ കഴുത്തിൻ്റെയും തലയുടെയും മൂവ്മെൻറ്റ് പരിമിതിപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു ടെക്നീക്കാണ് മാനുവൽ ഇൻലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു രോഗി ഇപ്പം നമ്മൾ അപകടം പറ്റി കിടക്കുവാണെങ്കിൽ ഉടനെ ആളെ വലിച്ചെടുക്കരുത്. ആളെ അവിടെ കിടത്തി ആളുടെ കഴുത്ത് 2 കൈകൾ കൊണ്ട് നമ്മൾ പിടിച്ച് തല അനങ്ങുന്നതിനെ ലിമിറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് രോഗിക്ക് അത്യാവശ്യം ബോധമുണ്ടെങ്കിൽ അയാളോടും നമുക്ക് പറയാം കഴുത്ത് കൂടുതലായി അനക്കരുത് എന്നുള്ളത്. അതിനുശേഷം ബാക്കി ഹെൽപ്പിനുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് ആളുടെ ഒരു സ്പൈൻ ബോർഡിലേക്ക് മാറ്റുന്നതാണ് ഐഡിയലി, അല്ലെങ്കിൽ ശരിക്കും ചെയ്യേണ്ട കാര്യം. പക്ഷെ സ്പൈൻ ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പലകയിലേക്കോ അങ്ങനെ ഒരു സ്ട്രെച്ചർ പോലുള്ള ഒരു പലകയിലേക്കോ മറ്റോ രോഗിയെ കിടത്തണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും രോഗിയെ തൂക്കിയെടുത്ത് കിടത്താൻ പാടില്ല. സാധാരണയായി കണ്ടുവരുന്നത് ഒരാൾ വീഴുകയോ ആക്സിഡൻറ്റ് പറ്റുകയോ ചെയ്യുമ്പോൾ 2 ആളുകൾ ചേർന്നിട്ട് ഒരാൾ കഴുത്തിൻ്റെ ഭാഗത്തോ കൈയുടെ ഭാഗത്തോ തൂക്കിയെടുക്കുന്നു, ഒരാൾ കാല് തൂക്കിയെടുക്കുന്നു. പക്ഷേ ഈ സമയം മൊത്തം നമ്മുടെ നട്ടെല്ലിൻ്റെ ഭാഗം വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപകടം പറ്റിയ ഒരാൾക്ക് നട്ടെല്ലിൽ എന്തെങ്കിലും പൊട്ടലോ മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ആ നട്ടെല്ലിൻ്റെ എല്ലുകൾ തമ്മിൽ മൂവ് ചെയ്യാനും അതിനുള്ളിലുള്ള സ്പൈനൽ കോഡിന് ക്ഷതമേൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്പൈനൽ കോഡിന് ഏൽക്കുന്ന ക്ഷതം ചിലപ്പോൾ നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാം. കാരണം അത് സ്പൈനൽ കോഡിൽ നിന്നുള്ള ഞരമ്പുകളാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്നത്. അത് അഫക്റ്റഡ് ആയാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
പോരാത്തതിന് കഴുത്ത് തൊട്ട് താഴോട്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രോഗിയെ വലിച്ചു മാറ്റാതെ 2-3 ആളുകളുടെ സഹായത്തോടു കൂടി ഒരു തടി ഉരുട്ടി മാറ്റുന്ന പോലെ, അതിന് പറയുന്നത് ലോഗ് റോൾ എന്നാണ്, ഒരു തടി ഉരുട്ടി മാറ്റുന്നത് പോലെ രോഗിയെ ഒരുമിച്ച് ചരിച്ച് ഒരു പലക അടിയിലോട്ട് വെച്ച് രോഗിയെ അതിൽ കിടത്തി അങ്ങനെ പൊക്കിയെടുത്ത് വേണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് രോഗിയെ. ഇത് പോരാതെ ഇപ്പം നമ്മൾ കഴുത്ത് മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്തു, നമ്മുടെ നട്ടലിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചു. ഇത് കൂടാതെ നമുക്കിപ്പോൾ രോഗിക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം, പറയാം വലിയ ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് ഉടനെ ആശുപത്രിയിലെത്താം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ അപകടങ്ങൾ പറ്റിയ ആളുകളെ ഹോസ്പിറ്റലിലും മറ്റും പരിശോധിക്കുന്നതും ചികിത്സിക്കുന്നതും ഒരു ATLS എന്ന് പറയുന്ന അമേരിക്കൻ ട്രോമ സൊസൈറ്റിയുടെ ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടാണ്. അതിലിപ്പോൾ പറയുന്നത് കൂടുതൽ മരണവും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ബ്ലീഡിങ് കാരണമാണ്. അപ്പോൾ ഒരു അപകടം പറ്റി ഒരു ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാദ്യം കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അപകടത്തിൽ ബ്ലീഡിങ് കാണുവാണ്, വളരെയധികം ഒരാളുടെ രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ അതൊരു ഒടിവ് സംഭവിച്ചതാണെങ്കിൽ ആ ഒടിവിൻ്റെ ഭാഗത്തിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കുക. ഒരിടത്തുനിന്ന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് ഒരു തുണിയോ മറ്റോ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു തുണി കെട്ടി, ടൂർണിക്ക എന്ന് പറയും, അത് കെട്ടി കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇത്തരത്തിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കാം. പിന്നെ ഉള്ളത് ഈ രോഗിക്ക് അബോധാവസ്ഥയിലുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മുഖത്ത് വെള്ളം ഒഴിക്കുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കുക. കാരണം നമ്മൾ ബോധമില്ലാത്ത ആൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് ആസ്പിറേഷൻ എന്ന് പറയും. വെച്ചാൽ ബോധാവസ്ഥ ശരിയായിട്ട് ഇല്ലാത്ത ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഈ വെള്ളം നമ്മുടെ ലങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രോഗി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് ഒരു രോഗിക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാളുടെ മൂവ്മെൻറ്റ്സ്, കഴുത്ത്, നട്ടൽ തുടങ്ങിയ ഭാഗങ്ങളുടെ മൂവ്മെൻറ്റുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഒടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. ആൾക്ക് വെള്ളം മറ്റും കൊടുക്കാതിരിക്കുക, തൂക്കിയെടുക്കാതിരിക്കുക, വലിച്ച് നീക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ശരി, വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഒരു ബൈക്ക് യാത്രികനാണ് അപകടം സംഭവിച്ചതെങ്കിൽ, പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ പ്രോപ്പറായിട്ട് ഈ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കും? അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ബൈക്കിൽ നിന്നൊരാൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കാണുന്നത് ആളുകൾ ഓടിക്കൂടുന്നു, ആളുടെ ഹെൽമെറ്റ് വലിച്ചൂരുന്നു എന്നൊരു രീതിയിലാണ്. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ഒരു പ്രാധാന്യം പറയുകയാണെങ്കിൽ, ആദ്യം ഈ അപകടം പറ്റുന്ന ആൾ ഹെൽമെറ്റ് ശരിയായ രീതിയിൽ ധരിക്കുകയാണെങ്കിൽ അത് വളരെ ഒരു നല്ല ശതമാനം ആൾക്കുണ്ടാകുന്ന തലയുടെ പരിക്കും മറ്റും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹെൽമെറ്റ് വലിച്ചൂരുന്നത് നമ്മൾ തടയണം. അതുപോലെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതും പ്രോപ്പറായിരിക്കണം. അപ്പോൾ തലയുടെ മൊത്തം കവർ ചെയ്ത് ഉള്ള ഹെൽമെറ്റ്, അതിൻ്റെ ചിൻ സ്ട്രാപ്പ് ധരിച്ച് വേണം പ്രോപ്പറായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ. അത്തരത്തിൽ ചിൻ സ്ട്രാപ്പൊക്കെ ധരിച്ച് ഒരാൾ അപകടത്തിൽ പെടുകയാണെങ്കിൽ ഈ ഹെൽമെറ്റ് വലിച്ചൂരാൻ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പോൾ ആൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളെ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തും ഇതൊന്നും മൂവ് ചെയ്യാതെ വേണം നോക്കാനായിട്ട്. അതുപോലെ ഈ ഹെൽമെറ്റ് വലിച്ചൂരരുത്. ആദ്യം ആ ഹെൽമെറ്റിൻ്റെ വൈസർ അഥവാ ആ കണ്ണാടി ഭാഗം നമുക്ക് പതുക്കെ തുറന്നിട്ട് ആൾ നമ്മളോട് പ്രതികരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം, നമ്മളിങ്ങനെ ഹെൽമെറ്റ് ഊരാൻ പോവാണ്, കഴുത്ത് അനക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറയാം, പ്രശ്നമില്ല, ആശുപത്രിയിൽ എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനൊരു റീഅഷ്വറൻസ് എന്ന് പറയും. നമ്മൾ അവർക്ക് ഒരു കോൺഫിഡൻസ് നൽകുകയാണ്. അത്തരത്തിൽ പറഞ്ഞ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനുശേഷം ഈ ചിൻ സ്ട്രാപ്പ് ഊരാം. ഈ ചിൻ സ്ട്രാപ്പ് ഊരുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു സഹായം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് നമ്മുടെ കഴുത്ത് അയാളുടെ 2 കൈകൾ കഴുത്തിൻ്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് കഴുത്തിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കഴുത്ത് അനങ്ങാതെ നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ മറ്റൊരാൾക്ക് ഈ ചിൻ സ്ട്രാപ്പ് ഊരാം. ചിൻ സ്ട്രാപ്പ് ഊരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റുകയും ചെയ്യാം. ശേഷം ഒരാൾ ഈ ഹെൽമെറ്റ് ഊരി മാറ്റുന്നത് വരെ ഈ കഴുത്ത് അനങ്ങാതെ കൈ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാകണം. രണ്ടാമത്തെ ആൾക്ക് കൈ ഉള്ളിലോട്ട് കയറ്റി, ഹെൽമെറ്റിന് ഉള്ളിലോട്ട് കയറ്റി, ഹെൽമെറ്റിനെ 2 സൈഡിലോട്ട് മൂവ് ചെയ്തിട്ട്, ഹെൽമെറ്റിന് അകത്ത് കൈ കയറ്റി ആ ഹെൽമെറ്റിനെ 2 സൈഡിലോട്ട് ഒന്ന് വലിച്ച് മാറ്റുന്ന പോലെ ആക്കി പതുക്കെ മുകളിലോട്ട് നീക്കാം. അത് പതുക്കെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ മൂക്കൊക്കെ എത്തുമ്പോൾ അത്
മുകളിലോട്ട് മൂവ് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്ത് അങ്ങനെ വേണം തലയുടെ മുകളിൽ കൂടെ ഊരിയെടുക്കാനായിട്ട്. അല്ലാതെ അത് ഒറ്റയടിക്ക് ആളെ ഇരുത്തിയിട്ടോ അല്ലെങ്കിൽ കിടത്തിയിട്ടോ വലിച്ച് ഊരാൻ പാടില്ല. അത് ഇത്തരത്തിൽ നമ്മുടെ ഈ കഴുത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂടുതലായിട്ട് മോശമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമുക്ക് പേയാട് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചന്ദ്രനാണ്. ചന്ദ്രൻ ചോദിച്ചോളൂ. മാഡം, പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ് മാഡം. അതായത് എനിക്ക് അനുഭവപ്പെട്ടതുപോലെ തന്നെ പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു ബാക്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇരിക്കുന്ന സമയത്ത് പല സമയത്തും സഡൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് പുറകിലിരിക്കുന്ന ആളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയടിച്ച് വീഴാറുണ്ട്. പലപ്പോഴും ഇപ്പൊ എനിക്ക് തന്നെ എന്റെ വൈഫിന് തന്നെ 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എങ്കിൽ തന്നെയും ഇത്തരം സന്ദർഭങ്ങളിൽ ഹെൽമെറ്റ് ഉള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും തലയടിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കാർത്തിയാനി മാഡം വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും മാഡം. ഇത് ഞാൻ പറഞ്ഞില്ലേ, അപകടങ്ങളിൽ കൂടുതലും നമ്മൾ ഈ ബൈക്ക് യാത്രികർ അല്ലെങ്കിൽ ഇരുചക്ര വാഹനത്തിലുള്ളവരുടെ അപകടങ്ങളാണ് കൂടുതലും കാണുന്നത്. ഹെൽമെറ്റ് ഉപയോഗിക്കുക, ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹെൽമെറ്റ് ഉപയോഗിക്കുക. ഇത് പറഞ്ഞ പോലെ ചിൻ സ്ട്രാപ്പ് ഉള്ള തല പൂർണ്ണമായി കവർ ചെയ്യുന്ന തരത്തിലുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുക. അതിനുശേഷം ഇപ്പോൾ തലയടിച്ചാണ് ഒരാൾ വീണതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്, കാരണം തലയ്ക്ക് ഉണ്ടാകുന്ന ഏത് ക്ഷതവും അതിനോടനുബന്ധിച്ച് കഴുത്തിനും ക്ഷതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആളുടെ കഴുത്തും തലയും അനങ്ങാതെ ആളെ നിരപ്പായ ഒരു പ്രതലത്തിൽ കിടത്തുക. അല്ലാതെ വീണ ഉടനെ നമ്മൾ ആളെ എഴുന്നേൽപ്പിച്ച് ഇരുത്താനോ അല്ലെങ്കിൽ വലിച്ചു പൊക്കാനോ ശ്രമിക്കാതിരിക്കുക. ആളെ നിരപ്പായ ഒരു പ്രതലത്തിൽ കിടത്തുക. കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് തടയുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീൻ സേഫ്റ്റിയും ആളുടെ കോൾ ഫോർ ഹെൽപ്പ് ഇതൊക്കെ ചെയ്തതിന് ശേഷം ആംബുലൻസ് വരുന്നവരെ നമുക്ക് ആൾക്ക് ബോധമുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി പതുക്കെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിൻ സ്ട്രാപ്പ് മാറ്റി പതുക്കെ ഹെൽമെറ്റ് ഊരാം. അതിനുശേഷം ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയിൽ ഇപ്പം പ്രായമായ ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ രക്തം അലിയാനുള്ള മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തലയിൽ ഒത്തിരി ചെറിയ ചെറിയ രക്തക്കുഴലുകളുള്ള സ്ഥലമാണ് നമ്മുടെ തലയിൽ ഈ സ്കാൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു മുറിവിൽ നിന്നും വലിയ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് ആ ബ്ലീഡിങ് വരുന്ന സ്ഥലത്ത് പ്രഷർ കൊടുത്ത് ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നോക്കാം. അതുപോലെ പക്ഷെ ആ ബ്ലീഡിങ് അതിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആ തുണി മാറ്റാതെ അതിന് മുകളിലേക്ക് കൂടുതൽ തുണി വെച്ച് പ്രസ് ചെയ്ത് ആ ബ്ലീഡിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. പിന്നീടുള്ളത് ഈ രോഗിക്ക് ബോധാവസ്ഥ കുറവാണ് അല്ലെങ്കിൽ തന്നെയും ഉടനെ വെള്ളം കൊടുക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആസ്പിറേഷനുള്ള സാധ്യതയുണ്ട്, ലങ്സിലോട്ട് വെള്ളം പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം രോഗിയെ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കണം. പിന്നെ ഇതിനിടയിൽ ഇപ്പം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ജന്നി പോലെ വരാം, അല്ലെങ്കിൽ ബോധം പൂർണ്ണമായി നഷ്ടപ്പെടാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉടനടി ഒരു എമർജൻസി ട്രോമ കെയർ ഉള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ബോധാവസ്ഥ കുറഞ്ഞു പോയാൽ വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടാകും. അപ്പം എത്രയും അടിയന്തരമായി ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ വീണു, തലയിടിച്ചു, ഇപ്പോൾ പ്രായമായ ഒരാളാണ്, വീണു തലയിടിച്ചു, അന്നേരം ബോധത്തിന് പ്രശ്നമൊന്നുമില്ല, ഛർദ്ദിക്കുന്നില്ല, മറ്റു കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാതിരിക്കാൻ വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് ഒരു ധാരണയുണ്ടാവും. പക്ഷെ അത് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. ഇപ്പോൾ പ്രായമായ ആളിലാണ് ഈ തലച്ചോറിന് ക്ഷതമേൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അത് കാരണമുള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കുറച്ച് സമയത്തിന് ശേഷമേ വരുള്ളൂ. കാരണം തലച്ചോറ് ഒരു യൗവനത്തിലോ ഉള്ള ഒരാളുടെ അല്ലെങ്കിൽ യുവാവായിട്ടുള്ള ഒരാളുടെ തലച്ചോറിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രായമായ ആളുടെ തലച്ചോറ് കുറച്ചും കൂടെ ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഉള്ളോട്ടുണ്ടെങ്കിൽ അത് കുറച്ചധികം സമയമെടുക്കും ആ ബ്ലീഡിങ് കൂടുതലായി വന്ന് അത് കാരണമുള്ള രോഗലക്ഷണം ഉണ്ടാകാൻ. അപ്പം നമ്മൾ വീണ് തലയിടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി ഒരു ഹോസ്പിറ്റലിൽ പോവാതെ ഇരിക്കരുത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, എന്നിട്ട് അത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CT എടുക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു CT എടുക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ CT എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. 24 മണിക്കൂറോളം ഈ തലയ്ക്ക് ക്ഷതമേറ്റ ആളെ വേറെ സിംറ്റംസ് ഒന്നും കാണുന്നില്ല, രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഒരു ഒബ്സർവേഷനിൽ കിടത്തേണ്ടതായി
ആയിട്ടുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ ബ്ലീഡിങ് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യതയും അത് കാരണം ബോധക്കുറവും ജന്നി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂറോ ഒബ്സർവേഷൻ എന്ന് പറയും, നമ്മൾ ആളിൻ്റെ ചില ന്യൂറോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ആളെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം എന്ന തലത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഇതല്ല ഗുരുതരമായ പരിക്കാണ് CT എന്നുണ്ടെങ്കിൽ ന്യൂറോ സർജൻ്റെയും മറ്റും സഹായത്തിൽ ബാക്കി ചികിത്സ അതുപോലെ പോകുന്നതായിരിക്കും. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സാബിറാണ്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ. അതായത് നമ്മളിപ്പോ ഇപ്പൊ വീണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എണീച്ചിട്ട് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഹലോ ചോദിച്ചോളൂ. ഹലോ. നമ്മളിപ്പോ പെട്ടെന്നൊരു വണ്ടിയിൽ വന്ന് പോകുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് വീണെങ്കിൽ നിങ്ങൾ എണീച്ചിട്ട് നിർത്താൻ പാടില്ല. നമ്മളിപ്പോ പെട്ടെന്ന് സുഖത്തിൽ ആരാണെങ്കിലും ഒരു രോഗി വീണെങ്കിൽ നമ്മൾ എണീച്ച് നിർത്തുകയില്ല. അതെ, ഒരാള് വീഴുകയാണെങ്കിൽ എഴുന്നേപ്പിച്ച് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ ചോദ്യം? അതെ അതെ. അത് എന്താ കാരണം എന്ന് ചോദിക്കും. നമ്മള് പെട്ടെന്ന് ഒരാളെ പെട്ടെന്ന് എണീച്ച് നിർത്തുകയല്ലേ ചെയ്യാം സ്വാഭാവികമായിട്ടും. അതാ ഇപ്പോൾ ഒരാൾ നമ്മൾ വീഴുന്നു, വീഴ്ചയിൽ അയാളുടെ നടുവിനോ നട്ടെല്ലിനോ കഴുത്തിനോ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ കാലിലോ മറ്റൊരു പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേപ്പിച്ച് നിർത്തുമ്പോൾ ഈ നട്ടെല്ലിൻ്റെ എല്ലുകൾക്ക് ഓൾറെഡി ഒരു പൊട്ടലുണ്ടായ സ്ഥലത്ത് എല്ലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സുഷുമ്ന നാഡി, സ്പൈനൽ കോഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ന്യൂറോ കൺട്രോൾ ഒരു സെൻ്ററാണ്. അപ്പോൾ ആ ഭാഗത്ത് പരിക്കുണ്ടാവാനുള്ള സാധ്യതയും അത് കാരണം കഴുത്തിന് താഴോട്ട് അല്ലെങ്കിൽ കാലൊക്കെ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾക്ക് പരിക്കേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ബാക്കി വണ്ടി വരുന്നത് നിർത്തി വണ്ടികൾ സ്റ്റോപ്പ് ചെയ്ത് അയാളെ ഒരിടത്ത് കിടത്തി പതുക്കെ 3-4 പേര് ചേർന്ന് ഒരുമിച്ച് സൈഡിലോട്ട് നീക്കി നിർത്തുകയാണ് വേണ്ടത്. നമ്മളിപ്പം ചെറിയൊരു പരിക്ക്, ഒരു ഒരവ് മാത്രം സംഭവിക്കുന്ന ഒരു കണ്ടീഷനിലല്ല പറയുന്നത്. ഇപ്പം ആള് വീഴ്ചയിൽ നമുക്കറിയില്ല തലച്ചോറിനാണോ കഴുത്തിനാണോ നട്ടലിനാണോ പ്രശ്നം പറ്റിയിരിക്കുന്നതെന്ന്. ആളിനെ ഉടനെ പൊക്കിയെടുക്കും, പക്ഷെ അത് കാരണം ബുദ്ധിമുട്ട് മോശമാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ പൊട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ ചലിച്ചാൽ ചിലപ്പോൾ അത് രക്തക്കുഴലുകളിലേക്ക് തട്ടിയിട്ട് അത് കാരണം കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മുടെ നട്ടലിൻ്റെയും കഴുത്തിൻ്റെയും എല്ലുകൾ സ്പൈനൽ കോഡിലേക്ക് തട്ടിയിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളും. രണ്ട്, നമ്മുടെ ഈ ആളുടെ എല്ല് മറ്റ് രക്തക്കൊഴലിലോട്ടൊക്കെ പൊട്ടി എല്ലുകൾ തുളഞ്ഞു കയറാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളെ മൂവ് ചെയ്യാതെ എഴുന്നേപ്പിച്ച് നിർത്താതെ പതുക്കെ കിടത്തി ഒരു 3-4 ആളുകൾ ചേർന്ന് മൂവ് ചെയ്ത് മാറ്റണമെന്ന് പറയുന്നത്. ശരി, പ്രേക്ഷകന് വ്യക്തമാണെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ വീടിനുള്ളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, മുറിവുകൾ, പൊള്ളലുകൾ ഇവയെല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ്? വീടുകളിൽ ഉണ്ടാകുന്ന മുറിവുകൾ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു കറിക്കരിയുമ്പോൾ ഉണ്ടാകുന്ന മുറിവാകാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മിക്സിയിൽ കൈ കുടുങ്ങി അത്തരത്തിലുള്ള മുറിവുകളാകാം. അപ്പോൾ ചെറിയ മുറിവുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളവും ആൻറ്റിസെപ്റ്റിക് ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആയിട്ടുള്ള ബാൻഡേഡും മറ്റും കെട്ടി നോക്കുക. പക്ഷേ ഇത് ബ്ലീഡിങ് കൺട്രോൾ ആവുന്നില്ല, നല്ല രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തുണി കൊണ്ട് അമർത്തിപ്പിടിച്ച് നോക്കുക. അത് ആ തുണി ഒരു 10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവിടെ പ്രസ് ചെയ്താൽ മാത്രമേ ബ്ലീഡിങ് കൺട്രോൾ ആവുള്ളൂ. അതിലും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തുണി അതിന് മുകളിലോട്ട് വെച്ച്, ആദ്യം വെച്ച തുണി മാറ്റാതെ കൂടുതൽ തുണി അതിന് മുകളിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് പിടിക്കണം. അത്തരത്തിൽ പക്ഷെ ബ്ലീഡിങ് മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് തുണി വെച്ച് കെട്ടി രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു കയ്യിലൊക്കെ മുറിവുണ്ട്, നമ്മൾ പൊട്ടലൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ മുറിവ് പറ്റിയ ഭാഗത്തെ ഹൃദയത്തിൻ്റെ തലത്തിൽ നിന്നും ലെവലിൽ നിന്നും പൊക്കി പിടിച്ച്, ഇപ്പോൾ കൈയാണെങ്കിൽ അതൊന്ന് ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് പിന്നെ ചെറിയ മുറിവുകളാണെങ്കിൽ നമുക്ക് ഐസ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ മിക്സിയിലൊക്കെ കൈ കുടുങ്ങി ആ ഒരു ഭാഗം കട്ടായി പോകുന്ന അത്തരത്തിലുള്ള മുറിവ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മൾ കൈ ഇപ്പം ആ ഭാഗം കഴുകുകയാണെങ്കിലും അത് സോപ്പിട്ട് ഉരച്ച് കഴുകുകയൊന്നും മറ്റും ചെയ്യരുത്. വെള്ളം ഒഴിച്ച് കഴുകുക, എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് മുറിവ് പറ്റിയ ഭാഗം കവർ ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ ഈ കട്ടായി പോയ ഭാഗം, ഇപ്പോൾ വിരലിൻ്റെ ഒരു അറ്റം കട്ടായി പോയെങ്കിൽ ആ ഭാഗത്തിനെ വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിൽ, വൃത്തിയുള്ള ഒരു കവറിലിട്ട് അതിനെ ഒരു ഐസ് ഉള്ള കവറിൽ വെച്ച് വേണം നമ്മൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പലപ്പോഴും ഉണ്ട് ആളുകൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ കൈയുടെ മുറിഞ്ഞ ഭാഗം ഡയറക്റ്റായിട്ട് ഐസിലിട്ട് വെച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനെ അത്ര ഒരു വൃത്തിയല്ലാത്ത രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ഇത് നമുക്ക് തുന്നി ചേർക്കാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ ഈ ഭാഗം വിരലിൻ്റെയൊക്കെ മറ്റം ശരിയായ രീതിയിൽ തുണിയിൽ പൊതിഞ്ഞ് ഒരു കവറിലിട്ട് അതിനെ ഐസ് ഉള്ള ഒരു കവറിൽ, വെച്ചാൽ ഐസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ തണുപ്പിൽ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ മൈക്രോവാസ്കുലർ സർജൻസ് ഉള്ള ആശുപത്രിയിലാണെങ്കിൽ ചിലപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കാനും മറ്റും സാധിക്കും. അതാണ് ഈ കൈയൊക്കെ മുറിഞ്ഞു പോവാണ്, വിരലറ്റ് പോവാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പൊള്ളലേക്കുകയാണെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊള്ളൽ, മുഖം, കൈ, നെഞ്ച് തുടങ്ങിയ അവയവങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൊള്ളൽ, ഇപ്പൊ ശ്വാസത്തിനൊക്കെ. ഡോക്ടർ, സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. അപകടങ്ങളിൽ പരിക്കേറ്റവരെ എങ്ങനെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാമെന്നും ഇതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് സംസാരിച്ചത്. ഇതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കാത്യായനി VR ആണ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ, നന്ദി.